ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് കാണിക്കുന്നത് കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു കേക്കാണ്. നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു പ്ലേറ്റിൽ ഞാൻ അരിപ്പ വെച്ചിട്ട് ഒരു ഗ്ലാസ് മൈദാമാവോ ഗോതമ്പ് പൊടിയോ എടുത്തിടാം. അപ്പോൾ ഞാൻ മൈദ എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമുക്കൊരു ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ എടുത്തിട്ടോ ഒരു ഗ്ലാസ്, അര സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടിയിട്ട് 3 തവണ പ്ലേറ്റിൽ നമ്മൾ അരിക്കുക. 3 തവണ അരിക്കുക. നമ്മൾ കാണിക്കുന്നില്ല, 3 തവണ തന്നെ നമ്മളത് അരിച്ചിരിക്കണം. അപ്പോൾ അതേ ഇങ്ങനെ ഞാൻ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര, 1/4 ഗ്ലാസ് പഞ്ചസാര എടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വാനിലയുടെ പൗഡർ ആണ് ഇട്ട് കൊടുക്കുക. എസൻസ് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഇടേണ്ട നിർബന്ധമില്ല. അപ്പോൾ വാനിലയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചിട്ടുണ്ട്, മാറ്റി വെച്ചു. ശേഷം 2 മുട്ടയുടെ വെള്ള എടുത്തിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബീറ്റ് ചെയ്യുന്നത്. നമുക്കിത് പാത്രത്തിൽ നിന്നും ഈ ഒരു മുട്ടയുടെ വെള്ള താഴത്തേക്ക് വീഴാത്ത, കമഴ്ത്തി കഴിയുമ്പോൾ വീഴാത്ത രീതിയിൽ ഉള്ള ക്രീമാക്കി നമുക്കത് ബീറ്റ് ചെയ്തെടുക്കണം, മുട്ടയുടെ വെള്ള കേട്ടോ. നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ അതെ ബീറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ച പഞ്ചസാര, ഇപ്പം നമുക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ വാനില എസൻസ്, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർക്കാം, ഈ പഞ്ചസാരയുടെ ഒപ്പം കേട്ടോ. പഞ്ചസാര പൊടിക്കുമ്പോൾ ഏലക്ക ഇട്ടാലും മതി. നല്ല ഒന്ന് ഇനി ബീറ്റ് ചെയ്യരുത്, കൈ വെച്ച് ഇളക്കുക ജസ്റ്റ്. ഇനി ആ 2 മുട്ടയുടെ മഞ്ഞ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചേർക്കാം നമ്മുടെ പൊടികൾ 2ആക്കി തന്നെ ചേർക്കാം. ഒരു ഗ്ലാസ് പൊടിയാണ് നമ്മൾ എടുത്തല്ലേ, അപ്പോൾ അത് 2ആക്കിയിട്ട് ആദ്യം ഹാഫ് ചേർത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കുക, പിന്നീട് ഒരു ഹാഫ് ചേർത്തിട്ട് ഫുള്ളായിട്ട് ഇളക്കുക. അതിനുശേഷം അടുത്ത കൂടിയാണ് ഇട്ട് കൊടുത്തു. ഇട്ട് കുറച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിടാൻ മറക്കരുത്, ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ബട്ടർ 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഓക്കെ. നന്നായി ഇളക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ കട്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള തിളപ്പിച്ചതോ തിളപ്പിക്കാത്തോ പാലോ ഫ്രിഡ്ജിൽ വെച്ചാവരുത്, അല്ലെങ്കിൽ നമ്മളുടെ തിളപ്പിച്ച ആറിയ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം, കുടിക്കുന്ന വെള്ളം. നമ്മളത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമ്മളുടെ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവം കണ്ടോ ആയിരിക്കണം, അല്ലെങ്കിൽ പഴംപൊരിയുടെ മാവിൻ്റെ പരുവം വെക്കാം. ശേഷം നമ്മൾ 2-3 സ്പൂൺ മാറ്റി വെച്ചാൽ, ഞാൻ ഇത്തിരി മാറ്റിയത് കൂടിപ്പോയി. നമ്മളൊരു കളറ്, അതായത് കൊക്കോ പൗഡർ ചേർക്കാൻ വേണ്ടിയിട്ട് 2-3 സ്പൂൺ മാറ്റിയാൽ മതി. അതിലേക്ക് ഒരു അര സ്പൂൺ മതി കേട്ടോ കൊക്കോ പൗഡർ. അത് അരിപ്പ് വെച്ച് ചേർക്കണം, കാരണം അത് കട്ടയാവാനുള്ള സാധ്യതയുണ്ട്, ഒരുപാട് കട്ട ഉണ്ടാവും അതിൽ. അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ അരിപ്പ് വെച്ച് തന്നെ അതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പാലാണ് ബെസ്റ്റ്, ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി ഒന്ന് ഒരു ലിക്വിഡ് പരുവാക്കുക, അതായത് നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവാക്കി വെക്കുക. ശേഷം നമ്മൾ അതങ്ങോട്ട് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിൽ നന്നായിട്ട് നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ പുരട്ടിയിട്ടുണ്ട്. ഞാൻ ചായപാത്രം എടുത്തിട്ട് സ്റ്റീൽ പാത്രത്തിൽ ചെയ്യാം കേട്ടോ. അത് ഒഴിച്ച ശേഷം നമ്മൾ, എൻ്റെ കയ്യിൽ മിൽമ കവറൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി, അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കവറാണ് തൽക്കാലം എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ആ ചോക്ലേറ്റ് സിറപ്പ്, ചോക്ലേറ്റിൻ്റെ ആ മാവ് ഒഴിച്ചു. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ഡോട്ട് ആക്കിയിട്ട് സ്പൂൺ കൊണ്ട് ചെയ്യുമ്പോൾ ചില സമയം നമുക്ക് കിട്ടണം നിർബന്ധമില്ല, കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം ആദ്യത്തെ അത് ഒന്ന് കറക്റ്റ് ചെറുതായിട്ടൊന്ന് ഇതായി, ഷേപ്പ് വന്നില്ല. അപ്പം നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അത് മിൽമ കവറാണ് അതിന് ബെസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഇട്ടാലും മതി. അപ്പം എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗുള്ളത് വലിയ ഹോളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത് ഞാനിതിങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ. സ്പൂണിലാണെങ്കിലും ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമില്ല.
അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ ചേർത്ത് ചോക്ലേറ്റിന് വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫുഡ് കളർ ഉണ്ടെങ്കിൽ സ്ട്രോബെറിയുടെ ഫുഡ് കളറോ അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ഫുഡ് കളറോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. യെല്ലോ കളറോ എന്തെങ്കിലും യെല്ലോയോ റെഡോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കൊക്കോ പൗഡർ ചേർത്തിട്ടാണ് ഇത് ആക്കിയിരിക്കുന്നത്. ശേഷം നമ്മളിത് ഇങ്ങനെ വലിച്ചെടുക്കാം. കണ്ടോ, കുറച്ചുകൂടി വലിയ പരന്നതാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ചായപാത്രമാണ് എടുത്തത്, അതുകൊണ്ടാണ്. അപ്പം നമ്മളുടെ ഒരു ഗ്ലാസ് പൊടി ആയതുകൊണ്ട് നമുക്ക് അധികം വലിയ കേക്ക് ഒന്നും കിട്ടില്ല. ശേഷം നമ്മൾ ആ നടുക്കത്തുള്ള ആ ഒരു ഇതിലും കൂടി നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ നന്നായി തട്ടിക്കൊടുക്കുക. കാരണം എന്താണ്, ബബിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് കേക്ക് ഇതാക്കുമ്പോൾ ഉള്ളിൽ ഓട്ടോട്ടം ഒരു ഹോള് വരും. അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ ഇതാക്കിയ ശേഷം ഒന്ന് തട്ടിക്കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. അതിനുശേഷം നല്ല ഒരു ഫ്രൈ പാൻ എടുത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കാം. ചൂടാക്കിയിട്ട് നമ്മൾ ആ ഒരു കേക്കിൻ്റെ അത് നല്ല അടലൊരു അടപ്പിച്ച് മൂടി വയ്ക്കാം. നല്ല ഫ്ലെയിമിലിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്ന ഫ്രൈ പാനോ ദോശത്തവയോ അതിൻ്റെ മേൽ നമ്മളിതിങ്ങനെ വയ്ക്കുന്നു. വെച്ച ശേഷം നമ്മളുടെ ഫ്ലെയിം കുറയ്ക്കുക. കുറച്ചിട്ട് 30 മിനിറ്റ് തുറക്കാതിരിക്കുക. 30 മിനിറ്റ് തുറക്കരുത്, ലോ ഫ്ലെയിമിലായിരിക്കും. 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കത്തി വെച്ച് കുത്തി നോക്കുമ്പോൾ കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വയ്ക്കുക. കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കേക്ക് ഓൾറെഡി റെഡിയായി. 30 മിനിറ്റിൽ എനിക്ക് റെഡിയാക്കി കിട്ടി. സൈഡിൽ നിന്ന് ഓൾറെഡി വിട്ട് വന്നിട്ടുണ്ട്. ചൂട് ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് തണുത്തിട്ടുണ്ട്. അത് കണ്ടോ, ഒട്ടും ഒന്നും അടുക്കി പിടിച്ചിട്ടില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് കാണാനൊരു ലുക്കല്ലേ അല്ലേ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കാണാനൊരു രസമാണ് സംഭവം. അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. 4 മണിക്ക് വീട്ടിലെല്ലാവർക്കും വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണത്. കേക്ക് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യാവുന്നതാണ്. അത് ഗ്യാസ് അടുപ്പിൽ തന്നെ. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.